ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടും സുരക്ഷിതരായിട്ടിരിക്കുന്നു. ഒരു ദിവസം വൈകിയാണ് നമ്മുടെ വീഡിയോ എത്തുന്നതെന്ന് അറിയാം. സോറി കേട്ടോ, കുറച്ച് തിരക്കായി പോയി. പക്ഷേ സാരമില്ല, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ വിഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? കുറേ പേരുടെയെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അല്ലേ? അപ്പോൾ ഈ ദോശ ഇഡ്ഡലി ഒന്നും അരി കുതിർത്തരയ്ക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനെന്തായാലും ഉഴുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാനിവിടെ 1/4 കപ്പ് വീതം 2 പ്രാവശ്യം, അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് എന്നുള്ള അളവിലാണ് ഞാൻ ഉഴുന്നെടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം 1/4 കപ്പ് വീതം എടുത്തു. അളവ് തെറ്റിപ്പോകണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ എടുത്തത്. എന്നിട്ടത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഞാൻ കുറച്ച് നേരം കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് പെട്ടെന്ന് തന്നെ കുതിർത്ത് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നന്നായിട്ട് കുതിർത്ത ഉഴുന്നും അതേപോലെ തന്നെ ഉലുവയും മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുത്തു. ഇനി നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ദോശമാവ് എടുത്ത് വെക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് അരച്ച ഉഴുന്നും ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അരയ്ക്കാൻ നേരത്ത് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ഇനി ഉഴുന്നരച്ച അതേ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ദോശമാവിന് എത്രത്തോളം വെള്ളം വേണോ അത് ആ ജാറിൽ ഒഴിച്ച് മിക്സിയിൽ അടിച്ച് അതേ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് അപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുട്ടുപൊടി ചേർക്കരുത്, അതല്ലാതെ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെ ഏത് പൊടിയായാലും കുഴപ്പമില്ല. തീരെ നൈസായിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അരി ഇരിപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ അരി കുതിർത്ത് വരാനായിട്ട് സമയം എടുക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് ഈ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ദോശമാവും ഇഡ്ഡലിമാവും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവ് 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് ഉഴുന്നുള്ള രീതിയിലാണ് ഞാൻ അളവെടുക്കാറ്. എങ്കിലും നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ട് നല്ല പഫി ആയിട്ടുള്ള ഇഡ്ഡലിയും അതേപോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയൊക്കെ കിട്ടാറുള്ളൂ. ഇനി വെള്ളം കൂടെ ചേർത്ത ശേഷം കൈകൊണ്ടാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എളുപ്പത്തിൽ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലിമാവ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഉഴുന്ന് അരയ്ക്കുന്നതിന് പകരം ഉഴുന്ന് പൊടി ചേർക്കാം. പക്ഷേ ഉഴുന്ന് പൊടി ചേർക്കുമ്പോൾ ഉള്ള കറക്റ്റ് അളവ് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഉഴുന്ന് പൊടിയും കൂടി ആകുമ്പോൾ നമുക്ക് കുതിർക്കുന്ന ഒരു പ്രശ്നമേ വരത്തില്ല. പക്ഷേ ഞാൻ ഉഴുന്നരച്ചാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്നരച്ച് വരുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റിൽ നമ്മുടെ ഇഡ്ഡലിയും അതേപോലെ തന്നെ ദോശയൊക്കെ കിട്ടാറുള്ളത് കേട്ടോ. മാവ് അരച്ച് പുളിപ്പിക്കാൻ വെച്ചത് വരെ ഞാൻ തലേ ദിവസം ചെയ്തു വെച്ച കാര്യങ്ങളാണ്. പിറ്റേ ദിവസമാണ് നന്നായിട്ട് പുളിച്ചു വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 1/4 കപ്പ് വീതം ചെറുപയർ പരിപ്പും തുവരപ്പരിപ്പും കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞതാണേ. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉലുവ, ജീരകം ചേർക്കാൻ വിട്ടുപോയത്. അത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ നമ്മുടെ ഈ ഒരു സാമ്പാറിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. 3 മുതൽ 4 വിസിൽ വരെ കേൾപ്പിച്ചോട്ടോ. അത്രയും വിസിൽ കേൾപ്പിച്ചാൽ പരിപ്പൊക്കെ ഉടഞ്ഞു പോവില്ലെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഉടഞ്ഞോട്ടെ, ഇന്നത്തെ നമ്മുടെ ടിഫിൻ സാമ്പാറിന് പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ കുക്കറിൽ ഇതെല്ലാം കൂടെ ചേർത്ത ശേഷം നമുക്കിതൊന്ന് വിസിൽ കേൾപ്പിക്കാനായിട്ട് വയ്ക്കാം. തലേദിവസം പുളിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്, അല്ല ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഈ ഒരു മാവ് ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ഇന്നാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരച്ച് വയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് ഈ മാവ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും കട്ടയില്ലാതെ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് റെഡിയായി വരത്തില്ല. അപ്പോൾ ഓരോരോ തട്ടിലായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആകെ ഒരു 8 ഇഡ്ഡലിയോളം മാത്രമാണ് രാവിലെ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഞാൻ ഓൾറെഡി തന്നെ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ച ശേഷം മാത്രമാണ് ഇഡ്ഡലി തട്ട് ഇറക്കി വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി റെഡിയായി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, അതേപോലെ തന്നെ വറ്റൽമുളക്, കുറച്ച് ഒരു 2-3 പേളുവിന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ.
പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത് ഒരുപാട് ഇങ്ങനെ മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് വാടി വന്നാൽ മാത്രം മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ടിഫിൻ സാമ്പാറിൽ നമ്മൾ പരിപ്പൊക്കെ വേവിക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് സാമ്പാർ പൊടിയല്ല വേറെ പൊടികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 1.25 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ചൂടുവെള്ളത്തിൽ നമ്മുടെ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതിലുള്ള കരടൊക്കെ മാറ്റിയിട്ടുള്ള പുളിവെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ അത്യാവശ്യം കൊഴുപ്പുള്ള രീതിയിലാണ് നമ്മുടെ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഇഡ്ഡലി റെഡിയായി വന്നു. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മാത്രമേ വേണ്ടി വന്നുള്ളൂ ഇഡ്ഡലി റെഡിയായി വരാനായിട്ട്. മാവ് ഒഴിച്ചതൊരല്പം കൂടിപ്പോയതുകൊണ്ട് 4 ഇഡ്ഡലിക്ക് പോലെ ഒറ്റ ഇഡ്ഡലി ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് പൊങ്ങി വന്നു. നമുക്കൊന്ന് വിടിയിച്ചെടുക്കുമ്പോൾ 4 തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്തു. ഇനി വെന്തില്ലെങ്കിൽ തന്നെ ആ സ്പൂണിൻ്റെ പുറകുവശം വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്തോളൂ. നമുക്ക് നല്ല തിക്ക് ഒരു ഗ്രേവി ആയിട്ട് വേണം ആ പരിപ്പ് ഇതൊക്കെ കിട്ടാനായിട്ട്. എന്നിട്ട് വേവിച്ച പരിപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ നമുക്ക് ഈ ഒരു പുളിവെള്ളം ചേർത്ത് ആ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ടിഫിൻ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ഈ ജീരകം ചേർക്കണമെന്ന് പറഞ്ഞില്ലേ, ജീരകം ചേർക്കുമ്പോൾ ശരിക്കും ഒരു ചെന്നൈ സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ശരവണയിലൊക്കെ കിട്ടുന്ന ഒരു സാമ്പാറിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അവസാനം കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ അല്പം കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. ഓൾറെഡി പരിപ്പ് വേവിക്കാൻ നേരത്ത് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മല്ലിയിലയും ചേർക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ സാമ്പാർ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനാണ് അധികം കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല, തക്കാളി മാത്രം മതി. ഇനിയിപ്പോൾ തക്കാളി ഇല്ലെങ്കിൽ തക്കാളി ഇല്ലാതെയും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പൂവ് പോലെ പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയും അതേപോലെ തന്നെ ടിഫിൻ സാമ്പാറുമാണ് ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഇതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇനി വീട്ടിൽ അരി കുതിർക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ഇരിപ്പില്ല, എന്ത് ചെയ്യുന്നോർത്ത് വിഷമിക്കേണ്ട. ഇതേപോലെ അരിപ്പൊടി ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചായയും ടിഫിൻ സാമ്പാറും ഇഡ്ഡലിയും അതേപോലെ തന്നെ കുറച്ച് ചമ്മന്തിപ്പൊടിയും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തിപ്പൊടി ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ്. അപ്പോൾ ഇതാ നല്ല ചൂട് സാമ്പാറും ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. അതായത് ഒരു ഇഡ്ഡലിയുടെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഉഴുന്ന് പരിപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഉഴുന്ന് പരിപ്പ് എടുക്കുന്നതിനേക്കാളും നല്ലത് മുഴുവനേ ഉള്ള ഉഴുന്ന് പരിപ്പ് എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഇത് നമ്മൾ പയ്യെ ഉച്ചയൂണിൻ്റെ പരിപാടികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഉച്ചയൂണിന് ഇന്ന് ഞാൻ പറഞ്ഞില്ല, രാവിലെ 2 തക്കാളി ഉണ്ടായിരുന്നത് ഒരു തക്കാളി ഉണ്ടായിരുന്നു നമ്മൾ സാമ്പാറിനെടുത്തു. ഇനി വേറെ പച്ചക്കറികളൊന്നും തന്നെ ഇരിപ്പില്ല. പക്ഷേ പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ നല്ല അടിപൊളി ഒരു ഊണുണ്ടാക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് കറിവേപ്പില വറ്റൽമുളക് ഇട്ടു, സവാള ഇരിപ്പുണ്ട്. അപ്പോൾ 2 സവാള അങ്ങ് നേരത്തതായിട്ട് അരിഞ്ഞു, പച്ചമുളകും ഇരിപ്പുണ്ട്, പച്ചമുളകും ചേർത്തു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ എന്നെപ്പോലെ ഇതേപോലെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത വീട്ടമ്മമാരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇന്നും ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പച്ചക്കറികളൊന്നുമില്ല, പക്ഷെ നമുക്ക് ഊണിന് കറികൾ വേണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഉണക്കമീൻ വറക്കാറുണ്ട് സാധാരണ, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന ഉണക്കമീനായിരുന്നു, കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഉണക്കമീനല്ലേ. അപ്പോൾ നമ്മളിവിടെ സവാള ഇവിടെ അടുപ്പത്ത് വെച്ചൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട, നമ്മൾ സവാള തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക്
തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും എൻ്റെ പൊതിച്ചോറിൽ ഉണ്ടാവാറുള്ള ഒരു സാധനമാണ് ഈ ഒരു സവാള തോരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ സവാളയ്ക്ക് കുറച്ചുകൂടെ മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ വെളുത്ത സവാള എടുത്തോട്ടോ. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു സാധാരണ സവാള ഉള്ളായിരുന്നു. ഇതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയുക എരിവൊക്കെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ സവാള അതേപോലെ തന്നെ വെള്ള സവാളയ്ക്കാണ് കുറച്ചുകൂടെ മധുരം കൂടുതൽ. നമ്മുടെ ഉണക്കമീൻ അവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളക് ഞാൻ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെ മീൻ വറക്കാമെന്ന് കരുതിയിട്ടാണ് കുറച്ചധികം എണ്ണ ഒഴിച്ചത്. ഉണക്കമീൻ ചമ്മന്തിക്ക് എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ച് വറ്റൽമുളക് ഇതേപോലെ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു 3 മുളക് കൊണ്ട് തന്നെ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള എരിവിനുള്ള മുളകായിട്ടുണ്ട്. അപ്പോൾ വറുത്ത മുളകുകൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു ചമ്മന്തി അരയ്ക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ മീൻ വറക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി അതിൻ്റെ വലിപ്പം കുറച്ച് വറക്കുന്നതാണ് നമ്മുടെ മിക്സിയുടെ ജാറിന് നല്ലത്. ഒരുപാട് കട്ടിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നീളത്തിലാണെങ്കിൽ അത് പൊടിച്ചെടുക്കാൻ കുറച്ച് പാടാണല്ലോ. അതുകൊണ്ട് തന്നെ ഉണക്കമീൻ നേരത്തെ തന്നെ വെള്ളത്തിലിടാനും ശ്രദ്ധിക്കണേ. നല്ല കട്ടിയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പാടാണ്. ഉണക്കമീൻ വറുത്ത് വരുന്ന ഗ്യാപ്പിൽ ഞാനിവിടെ ചാറുകറിക്കുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളപ്പുളി, 1/4 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് ചാറുകറിക്ക് വേണ്ടിയിട്ടാണേ. ഇവിടെ ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുന്നതായിരിക്കും അതിന് നല്ലത്. പിന്നെ ചെറിയുള്ളി, വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി, അതേപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീൻ, ഇത്രയൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഉണക്കമീൻ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. നമ്മളിനി ചാറുകറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി പാനടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി 3-4 ചെറിയുള്ളി കൂടി അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അത്രയും വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉലുവയും വാളംപുളിയും ഉപ്പൊക്കെ ചേർത്ത് അരച്ച ആ ഒരു മിക്സ് നമുക്ക് ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു നാടൻ ഒഴിച്ചുകറി എന്ന് പറയുന്നത്. നമ്മൾ സവാളയോ തക്കാളിയോ പച്ചക്കറികളോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല തിക്ക് ഗ്രേവിയിൽ കിട്ടുന്ന നല്ല ഒന്നാന്തരം ചാറുകറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണ് കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൽ ഈ ഒരു ചാറുകറി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. അപ്പോൾ വീട്ടിൽ ഇനി പച്ചക്കറി ഇല്ല, എന്ത് കറി ഉണ്ടാക്കുന്ന ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ ഈ കറി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചതായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂട് കയറിയാൽ മതി. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചാറ് കറിയും റെഡിയായി. ഇന്നത്തെ കറികളെല്ലാം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ്. അപ്പോൾ നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ നമ്മുടെ സവാള തോരനും പിന്നെ ഉണക്കമീൻ ചമ്മന്തി, നമ്മുടെ പേരില്ലാത്ത ഒരു നാടൻ ഒഴിച്ചുകറി. എനിക്കതിന് എന്ത് പേരിടുന്നത് അറിയത്തില്ല. വേണമെങ്കിൽ തേങ്ങാക്കറിയെന്നോ അങ്ങനെ എന്തെങ്കിലും പേരിടാം. പേരെന്തായാലും സ്വാദ് ഒരു രക്ഷയില്ലാത്ത സ്വാദാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഉണക്കമീൻ ചമ്മന്തി ഈ ഒരു ഒഴിച്ചു കറിയും സവാള തോരനും കൂട്ടി ഞാനൊരു പിടിപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിൽ നമ്മൾ പച്ചക്കറി ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഊണാണ് ഇന്നത്തെ. അപ്പം പലർക്കും ഈ ഒരു സാഹചര്യം വീട്ടിലുണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഒരു കറി ആക്കാമെന്ന് കരുതി ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും പച്ചക്കറി ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പച്ചക്കറികളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ഇതേപോലെ ഒരു മെനു ഉണ്ടാക്കി നോക്കട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനിലുള്ള ഒന്ന് തന്നെയാണ്. എനിക്കും ഇതേപോലെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനൊരു മെനു ഉണ്ടായി വന്നത് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ വന്ന് നന്നായി എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു. കാരണം നല്ല അടിപൊളി കോമ്പിനേഷനിലുള്ള നല്ല വെറൈറ്റി കറികളാണ് ഇന്നത്തെ ഊണിന്. അപ്പോൾ ട്രൈ ചെയ്യാത്തിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത്. നല്ല അടിപൊളി കിടു ഊണായിരുന്നു കേട്ടോ.
ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഗ്രാൻഡായിരുന്നു. അപ്പോൾ ഡിന്നറായിട്ട് എന്തിനു കുറയ്ക്കണം? അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടാക്കാൻ വേണ്ടി കുരുമുളക് പൊടിച്ച് ആ ജാറ് തന്നെയാണ്. അപ്പോൾ ബാക്കി ഉണ്ടാകുന്ന കുരുമുളക് പൊടിയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഫിഷ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടങ്ങ് അരയ്ക്കണം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ഫിഷ് മസാല ചേർത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, നമ്മളിന്ന് ഈ ഒരു ഫിഷ് നന്നായിട്ട് ഈ ഒരു മസാല ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ഈ ഒരു മീൻ ഫ്രീസറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി. ഇതിവിടെ കിട്ടുന്ന ഒറാത്ത എന്ന പേരുള്ള മീനാണ് കേട്ടോ. നാട്ടിൽ ഈ മീനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ. ഒറാത്ത എന്നാണ് ഇവിടെ പേര് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേസ്റ്റ്, മിക്സിയിൽ അരച്ച പേസ്റ്റ് നന്നായിട്ടങ്ങ് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓവനിൽ അത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു ഓവനിലേക്ക് നമുക്ക് മീൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഈ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടാണ് ഇന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. സാധാരണ ഞാൻ അതിനുള്ളിലുള്ള ആ സ്റ്റീലല്ല, ആ ഒരു റാക്കിൽ വെച്ചിട്ടാണ് സാധാരണ ഗ്രില്ല് ചെയ്തെടുക്കാറ്. അപ്പം നമ്മുടെ കൺവെൻഷൻ ഓവൻ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് അധികം ദിവസമായില്ല. പലരും നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന്. അങ്ങനെ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ആ ഒരു ഓവൻ പെട്ടെന്ന് തന്നെ അത് പഴയ പോലെ ആക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ കരുതി ഇതിൻ്റെ അകത്തങ്ങ് ഗ്രില്ല് ചെയ്യാന്ന്. അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ കുറച്ചുകൂടെ മുരിഞ്ഞ് കഴിയുമ്പോഴേ ചിലപ്പോൾ അതിൻ്റെ തൊലി അതിൽ ഒട്ടിപ്പിടിക്കാൻ ഇടയുണ്ട്. നമ്മൾ സ്കിൻ കളയാതെയാണ്, ചെതുമ്പൽ മാത്രമേ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്കിൻ കളയാതെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമ്മുടെ മീൻ എടുത്ത് വയ്ക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് നേരം ഒരു വശം നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മറിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം, അത്രയാണ് ആകെയുള്ളൊരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരുപാട് നേരം നമ്മൾ മീൻ വേവിക്കുന്ന കാര്യം, മീൻ അധികം വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റ് രണ്ട് സൈഡും വെച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം നന്നായിട്ട് തന്നെ നമുക്ക് മീൻ്റെ അകം വെന്ത് കിട്ടും. അവസാനമാണ് നമ്മൾ ഈ രണ്ട് വശവും നമ്മൾ 10 മിനിറ്റ് നേരം വേവിക്കാൻ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ഗ്രിൽ മോഡിലേക്ക് മാറ്റും. അപ്പോൾ ഗ്രിൽ മോഡിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കതിൽ നിന്നിങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ നന്നായിട്ട് ആ സ്കിന്നൊക്കെ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവസാനത്തെ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ഗ്രിൽ മോഡിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് തിരിച്ചും മറിച്ചും 2 വശം ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡി ആയി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും. ഇന്നത്തെ ഒരു ഫുൾ ഡേ മെനു എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.